ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചിക്കൻ പൊരിക്കുന്നത് നോക്കട്ടോ. അത് ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്പ്രിങ് കോഴിയുണ്ട്, അതിനധികം നമ്മൾ കാടൻ്റെ മയം തന്നെയുള്ളൊരു കോഴി. അത് പെട്ടെന്ന് വേവും കേട്ടോ. കാടനേക്കാളും പെട്ടെന്ന് വേവുന്നൊരു കോഴി. ഏത് ചിക്കനും കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. എന്ന് കുറച്ച് മാറ്റിയെടുത്ത് വെച്ചാട്ടോ, കുറച്ചധികം ചതച്ച് വെച്ചിരുന്നു. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇതൊരു സവാള ഒന്ന് പൊരിച്ചെടുത്തതാണ് കേട്ടോ. ഒന്ന് പൊരിക്കലൊന്ന് മൂപ്പ് കുറയണം, പക്ഷേ നല്ലപോലെ അത് ക്രിസ്പി ആയിട്ടാൽ മതി. അപ്പോൾ കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും വലിയ ജീരകവും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് സുർക്കി ഒഴിച്ചിട്ടാട്ടോ അരച്ചെടുത്തത്. എന്നിട്ടിതാ മാറ്റി കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. മസാല ഇടാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് തൈരാട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, പിന്നെ പുളിക്കനുസരിച്ചൊക്കെ എടുക്കുക കേട്ടോ. കുറച്ച് പുളി കൂടുതലാണെങ്കിൽ അധികം വേണ്ട. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഉപ്പ്, പിന്നെ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി കൈയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിനെ കറുത്ത് മസാല നല്ല പുരട്ടി വെക്കാം കേട്ടോ. കാര്യമായിട്ട് മസാലയിലാണ്. പിന്നെ ഇനി ഇത് പൊരിക്കണത് പെട്ടെന്ന് വേവുന്നതായത് കാരണം നമുക്ക് വേഗം അത് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ റോസ്റ്റ് പോലെ അങ്ങനെ മസാല തേച്ചിട്ട് റോസ്റ്റ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കട്ടെ. തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് കൊടുത്തിട്ട് ഇത് മസാല ഒക്കെ തേച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനെ. അത് ചെറുതായതുകൊണ്ടാട്ടോ, മുറിച്ചിട്ടൊന്നുമില്ല. അത് വലിയ വലുപ്പമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഈ പാനിൽ തന്നെ ഇതിൽ ഒരു 4 എണ്ണമൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ. 3 എണ്ണം 4 എണ്ണമൊക്കെ കൊള്ളും. പിന്നെ 3 എണ്ണമാണ് അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇരിക്കുന്നത്. എന്നിട്ടൊരു മീഡിയം തീയിലാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. അതിന് വേവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങനെ മുറിച്ചിട്ട് ചെറുതാക്കി പൊരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മറിച്ചൊക്കെ ഇട്ട് ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.